നന്ദഗോവിന്ദം ഭജൻസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയാണ്. ക്ഷേത്രമുറ്റത്ത് അവർ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നത് സംഘപരിവാർ ഹാൻഡിലുകളുടെ ഭാഗത്തു നിന്നാണ്. ഇതിന് നന്ദഗോവിന്ദൻ ഭജൻസ് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. സംഘത്തിലെ കലാകാരന്മാരിൽ ഒരാളായ നവീൻ മോഹൻ തൻ്റെ FB പോസ്റ്റിലൂടെയാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ഒരു പരിധിയും ലംഘിച്ചിട്ടില്ല, അങ്ങനെ ഒരു പരിധി ഞങ്ങൾ കണ്ടിരുന്നില്ല എന്നാണ് നന്ദഗോവിന്ദൻ ഭജൻസ് വ്യക്തമാക്കുന്നത്. പേരുകൾക്കപ്പുറം ഭക്തി ഒഴുകുന്ന ഞങ്ങളുടെ മണ്ണാണിത് എന്നായിരുന്നു നവീൻ്റെ കുറിപ്പായി FBയിൽ ഇപ്പോൾ വരുന്നത്. നാമരൂപങ്ങൾക്കപ്പുറം വലിയൊരു അർത്ഥമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നാണ് സോഷ്യൽ മീഡിയ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ഈ ഗാനം ആലപിക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രദേശത്തെ ക്ഷേത്രവും പള്ളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നന്ദഗോവിന്ദ ഭജൻ സംഘം വിശദീകരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ദേശവിളക്ക് സമയത്ത് പള്ളിയിലും വിളക്ക് തെളിയിക്കാറുണ്ട് എന്നതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവർ അത്തരത്തിലുള്ള ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് കൂടി പാടിയത്. ഇതിനെതിരെ KP ശശികല അടക്കമുള്ള നേതാക്കൾ, ഹിന്ദു നേതാക്കൾ അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളായ നിരവധി ആളുകൾ നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ ഇതിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. RSS നേതാവ് വിദ്യാസാഗർ ഗുരുമൂർത്തിയും വലിയ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ക്ഷേത്രവേദികൾ ക്രിസ്ത്യൻ ഗാനങ്ങൾ പാടാൻ ഉപയോഗിക്കരുത് എന്നും മറ്റുമായിരുന്നു ഇവരുടെ വിമർശനവും പരാമർശവും മറ്റും. പക്ഷേ ഇത് കുന്തിരിക്കം ഭജൻസ് എന്നൊക്കെ നന്ദഗോവിന്ദൻ ഭജൻസിനെ കുറ്റപ്പെടുത്തുന്ന പശ്ചാത്തലമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ഓർമ്മയുണ്ട്, കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭജന അവതരിപ്പിക്കുന്നതിനിടയിലാണ് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം നന്ദഗോവിന്ദൻ ഭജൻസ് ആലപിക്കുകയും അത് ഒരു വിഭാഗത്തിൻ്റെ വിമർശനത്തിന് ഇടയാവുകയും ചെയ്തു.